മിക്കവാറും എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ ദോശയോ ഇഡലിയോ ഒക്കെ ആയിരിക്കും കേട്ടോ. ഇന്ന് ദോശമാവില്ലായിരുന്നു എന്തെടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. എങ്കിൽ പിന്നെ നമുക്ക് ഇന്ന് പൂരി മസാല ഉണ്ടാക്കാം. അതാകുമ്പോഴത്തേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലും എടുക്കാം, ലഞ്ച് ബോക്സിലും അവർക്ക് കൊടുത്തു കൊടുക്കുകയും ചെയ്യാമല്ലോ എന്ന് വരും. അപ്പോഴും ദീപം വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയത് കേട്ടോ. സംഭവം എന്താ പറയുക, അവൻ എടുത്തത് ആദ്യത്തെ പൂരിയായിരുന്നു. അത് നല്ല എണ്ണ ചൂടാവാഞ്ഞുകൊണ്ട് എണ്ണ പിടിച്ചത്. പക്ഷേ ബാക്കിയുള്ള പൂരിയിലൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എന്നാലും പറഞ്ഞല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ഒന്ന് ജസ്റ്റ് തുടച്ചിട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി അമ്മ ടിഫിൻ ബോക്സിലൊക്കെ വെച്ചേട്ടോ. എന്നിട്ട് ടിഫിനൊക്കെ പാക്ക് ചെയ്ത് അമ്മ സ്നാക്സിന് നമ്മൾ കൊടുത്തേക്കുന്ന ഫ്രൂട്ട്സ് ആയിരുന്നു. ഓറഞ്ചും ആപ്പിളും മാതുളമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ടിഫിനൊക്കെ പാക്ക് ചെയ്തില്ല. അവിടെ ചെന്നപ്പോഴത്തേക്ക് സാറന്മാർ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞു പെട്ടെന്ന് കാറൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് സ്കൂളിൽ പോകുന്ന സമയമായിരുന്നു. പിന്നെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ മുള്ളാത്തി നല്ല പഴുത്ത് നിൽപ്പുണ്ടേ. എനിക്ക് ഫസ്റ്റ് വിളവ് ഇവന്മാരെ കൊണ്ട് തന്നെ പറപ്പിക്കാമെന്നും പറഞ്ഞ് കൊണ്ടു കൊടുത്തു. അങ്ങനെ അവന്മാർ കൊട്ടയിലൊക്കെ വിളവൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വന്നിട്ട് ആദ്യം തന്നെ മുറിച്ച് കൊടുത്തിട്ട് അപ്പോൾ നൈസായിട്ട് ചെക്ക് ചെയ്തൊക്കെ നോക്കുന്നുണ്ട് ഈ മുള്ള് കയ്യിൽ കൊള്ളുമോ എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് ഞങ്ങൾ മുറിച്ചൊക്കെ നോക്കി. അപ്പോൾ ആദ്യം എൻ്റെ കളറും സീഡും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. മണത്തൊക്കെ നോക്കിയിട്ട് പയ്യെ ഒരെണ്ണം എടുത്ത് കഴിച്ചാൽ പുള്ളി കാരണം സഹിക്കാൻ വയ്യായിരുന്നു എന്ന് തോന്നട്ടോ. അങ്ങനെ അമ്മ ഓരോ പീസസൊക്കെ എടുത്ത് കഴിച്ച സംഭവം അമ്മർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അതിലും കഴിക്കുന്നില്ലെങ്കിൽ അപ്പോഴേ തുപ്പിക്കളഞ്ഞു അമ്മമാർ. അങ്ങനത്തെ അമ്മമാർ തന്നെ പറയുന്നുണ്ടായിരുന്നു അമ്മ ടിഫിൻ ബോക്സിലും കൂടെ വെക്കണം. അങ്ങനെ കുഞ്ഞ് പീസസാക്കി അമ്മ ടിഫിൻ ബോക്സ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടങ്ങളിൽ ഇതിനെ മുള്ളാത്തി എന്നാണ് പറയുന്നത്. മമ്മി ഇടയ്ക്ക് ചില സമയത്ത് ഇതിനെ ബ്ലാത്തിക്കെന്നും പറയുന്നുണ്ട്. നിങ്ങളുടെ അവിടെ എന്ത് പേരാ പറയുന്നതെന്നുള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. എനിക്കിഷ്ടപ്പെട്ടു. വലിയ പുളിയൊന്നും ഇല്ല കേട്ടോ, നല്ല മധുരവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വ്ളോഗ്. ടാറ്റ ബൈ ബൈ, സീ യു.